അഫാൻ്റെ ഉമ്മ ഇപ്പോൾ ഉള്ളത് ഹോം കെയറിലാണ്. അവിടെയാണുള്ളത്. വീട്ടിലേക്ക് വരില്ല എന്ന് ഉമ്മ ബന്ധുക്കാരോടും ഭർത്താവിനോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഇനിയിപ്പം വീട്ടിലോട്ട് വരാനൊന്നും താല്പര്യമില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളൊരു കാര്യം അഫാൻ്റെ ഉമ്മ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. പോലീസും എല്ലാവരും, ഡോക്ടേഴ്സ് എല്ലാം അതിന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹോം കെയറിലോട്ട് മാറ്റിയത്. അവിടെ വെച്ചാണ് ഈ ഒരു കടബാധ്യതയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഒരു അഫാൻ്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു, അമ്മയെടുത്ത് ചോദിക്കുന്നതും കാര്യങ്ങളും. ഈ സമയത്ത് ഡോക്ടറൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ടെൻഷനായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും ചോദിക്കുകയൊന്നും ചെയ്യരുത്, അത് മാനസികമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കും. അങ്ങനെയാണെങ്കിൽ അവരെ ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശമാവാനുള്ള രീതിയിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യങ്ങളും ഒന്നും ചോദിക്കരുത് എന്ന് മെയിനായിട്ട് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഫുള്ളായിട്ട് എന്തെങ്കിലും ചോദിക്കാനൊന്നും തന്നെ പറ്റിയിട്ടില്ല. അഫാൻ്റെ അച്ഛന് മനസ്സിലാവുന്നില്ല ഇവിടെ ഇപ്പോൾ ഉള്ള 65 ലക്ഷത്തോളം വരുന്ന കടം എവിടുന്നാണ് വന്നിട്ടുള്ളതെന്നുള്ളൊരു കാര്യം. അവർക്കൊരു ഹോം ലോൺ ഉണ്ടായിരുന്നു, അതടച്ച് തീർക്കാനുള്ള പൈസ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ചൊരു പൈസ മാത്രമേ ഇനി കുടിശ്ശികയായിട്ടുള്ളായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ 65 ലക്ഷത്തോളം എങ്ങനെ കടം വന്നിട്ടുണ്ടെന്ന് ആ ഒരു അച്ഛന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം മീഡിയയ്ക്ക് കൊടുത്ത ഒരു ന്യൂസിനകത്തും ഇദ്ദേഹം പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഇളയ കുട്ടിയെ നഷ്ടപ്പെട്ടു, ഉമ്മാനെ നഷ്ടപ്പെട്ടു. ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഭയങ്കര ഒരു സങ്കടകരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ഈ കടമുണ്ടായി എന്നുള്ളതാണ് ഇപ്പം ഭയങ്കരമായിട്ട് ഡൗട്ട്. ഈ ഒരു അഫാൻ മാത്രമാണോ ഇതൊക്കെ ചെയ്തേ എന്നൊരു ഡൗട്ടുണ്ട്. അതോ ഇനി ഉമ്മയുടെ അറിവോടെ തന്നെയാണോ ഈ കടവും കാര്യങ്ങളൊക്കെ വന്നത്? അവസാനം നിക്കക്കള്ളി ഇല്ലാതായാണോ അഫാൻ എല്ലാവരെയും കൊല്ലേണ്ടി ശ്രമിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, നമുക്ക് ചിന്തിക്കേണ്ട രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിലെല്ലാം അഫാനെ സപ്പോർട്ടായി നിന്ന് ഇനി ഉമ്മയാണോ, ഉമ്മയുടെ അറിവോട് കൂടിയാണോ ഈ ഒരു കടവും കാര്യങ്ങളും എടുത്തത്? ഉമ്മയും ഈ ഒരു കടം എടുക്കാൻ കൂട്ടുനിന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു ഉത്തരം വേണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു അഫാൻ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് വല്ലതും സംസാരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു ഉമ്മ കുറച്ച് നേരെ ആയതിനു ശേഷം ഉമ്മ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റൂ. അല്ലാത്ത പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് ഗസ്സിങ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇതുവരെ പോലീസും എല്ലാം സെർച്ച് ചെയ്ത് അവർ അന്വേഷിച്ച ഭാഗമായിട്ട് ഈ ഒരു ഉമ്മയ്ക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഏകദേശം തെളിഞ്ഞു വന്നിട്ടുള്ളത്. ഉമ്മയും ഈ ഒരു അഫാനും കൂടെ ചെയ്യുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് ഈ കടത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെയാണ് ഈ 65 ലക്ഷത്തോളം കട വന്ന ഒരു കാര്യമൊക്കെ ഇവർക്കറിയാം. അതുപോലെ തന്നെ ഇവരെ ദൂർത്തൊക്കെ കാരണം കൊണ്ടായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസുള്ളത്. കാരണം അവർ നല്ല രീതിയിൽ ചിലവാക്കുന്നു, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു അഫാൻ കൊന്ന മാമൻ എപ്പോഴും വന്ന് ഉപദേശിക്കുമായിരുന്നു, ഇങ്ങനെ ചിലവാക്കരുത്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കുറേ അധികം ഈ ഒരു അഫാൻ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാമനെ എല്ലാം മാമിയൊക്കെ കൊന്നത് എന്നും ഈ ഒരു പോലീസിൻ്റെ ഏകദേശം എന്താ പറയുക ഒരു നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ട് അറിയണമെങ്കിൽ അഫാനും അതുപോലെ തന്നെ ഉമ്മയും സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഉമ്മ ഇപ്പോഴും ഈ ഒരു മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് ഉമ്മയ്ക്ക് പരിക്ക് പറ്റിയെന്നുള്ളൊരു കാര്യം പോലീസ് ചോദിക്കുമ്പോഴെല്ലാം ഉമ്മ പറയുന്ന ഒരു കാര്യം, ഞാൻ കട്ടിലിൽ നിന്ന് വീണു എന്നുള്ളൊരു കാര്യമാണ്. അല്ലാതെ അഫാൻ എന്നെ ഉപദ്രവിച്ചു എന്ന കാര്യമൊന്നും ഈ ഒരു ഉമ്മ പറയുന്നില്ല. അതിന് അർത്ഥം തന്നെ എന്തോ ഇവർക്കറിയാവുന്ന എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഉമ്മ ഈ ഒരു മകൻ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇത്രമാത്രം സംരക്ഷിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ ഇതുപോലെ എന്തെങ്കിലും അഫാനെ പറ്റിയുള്ള ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ന്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വീഡിയോസായിട്ട് ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരിക്കും. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ കിട്ടത്തുള്ളൂ. ഓക്കെ, ബൈ.